മോളിവുഡ് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് മലക്കോട്ടെ വാലിബൻ. മലക്കോട്ടെ വാലിബനിലൂടെ ഒരു ഗംഭീര കളക്ഷൻ മോളിവുഡിന് സ്വന്തമാക്കാൻ കഴിയും. കൂടാതെ മോളിവുഡിന് സിനിമാ ലോകത്ത് പുതിയൊരു വാതിൽ കൂടി മലക്കോട്ടെ വാലിബനിലൂടെ തുറന്നു കിട്ടാനുള്ള സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യുകയാണ് എല്ലാവരും. കാരണം മലക്കോട്ടെ വാലിബൻ എന്ന സിനിമ ഒരു വ്യത്യസ്ത സിനിമയാണ്. ആ ചിത്രത്തിന് വലിയൊരു ഹൈപ്പുണ്ട്. ഹൈപ്പിനനുസരിച്ചുള്ള കളക്ഷനാണ് റീസെയിലൂടെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മലക്കോട്ടെ വാലിബൻ എത്തുന്നതിന് മുമ്പേ മോഹൻലാൽ നേര് എന്ന ചിത്രത്തിലൂടെ ഒരു വിജയ തുടക്കം കുറിച്ചു കഴിഞ്ഞു. നേരിലൂടെ തന്നെ മോഹൻലാലിന് ചില മാറ്റങ്ങളും സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ ഓരോ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരിന്റെ വിജയം ലാലേട്ടന്റെ മൊത്തം ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റിയിട്ടുണ്ട്. നേരിന്റെ സമയത്ത് ഒരു നല്ല സിനിമ ചെയ്തു എന്ന രീതിയിലായിരുന്നു എല്ലാ ഇന്റർവ്യൂസിലും പുള്ളി പറഞ്ഞിരുന്നത്. അതിന്റെ ബോക്സ് ഓഫീസ് വിജയത്തെക്കുറിച്ച് അത്ര കോൺഫിഡൻസ് കാണിച്ചിരുന്നതുമില്ല. സിദ്ദിഖും ജഗദീഷുമായിരുന്നു അത് വലിയ വിജയം ആകും എന്ന രീതിയിൽ സംസാരിച്ചിരുന്നത്. അതിനു മുമ്പ് ഉണ്ടായ തുടർ പരാജയങ്ങൾ കാരണമാകാം ആ കോൺഫിഡൻസ് കുറവ് എന്ന് തോന്നിപ്പോയി മോഹൻലാലിന്റെ വാക്കുകളിൽ നിന്നും. സിനിമ ഇറങ്ങി വലിയ വിജയം ആയപ്പോൾ പുള്ളിയുടെ കോൺഫിഡൻസും കൂടി. അത് മലക്കോട്ടെ വാലിബന്റെ ഇന്റർവ്യൂവിൽ പ്രകടം ആയിരുന്നു. അതിനു മുമ്പ് പൃഥ്വിയാണെന്ന് തോന്നുന്നു ലാലേട്ടൻ ഇത്രയും പുകഴ്ത്തി ഇന്റർവ്യൂവിൽ സംസാരിച്ചത്. അതേ അളവിൽ ലിജോയെക്കുറിച്ചും വാലിബനിലെ മറ്റ് അഭിനേതാക്കളെ പേരെടുത്തും പരാമർശിച്ചും അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ക്രാഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സിനിമ കണ്ടപ്പോൾ തനിക്ക് വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്ന് പറയുന്നുണ്ട്. പതിവിൽ നിന്നും വിപരീതമായി ഇന്റർവ്യൂവിലൊക്കെ ഡോമിനേറ്റ് ചെയ്ത് ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പുള്ളിക്ക് വാലിബനിൽ ഉള്ള കോൺഫിഡൻസ് ആയാണ് കാണുന്നത്. സാധാരണ പ്രൊഡ്യൂസറാണ് സിനിമയുടെ റിസൾട്ട് എന്താകും എന്ന കാര്യത്തിൽ പ്രൊമോഷൻ ടൈമിൽ ടെൻഷനായി കാണുക. ഇവിടെ ഷിബു ബേബി ജോണും മറ്റ് കോ പ്രൊഡ്യൂസറും നല്ല കോൺഫിഡൻസിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ദൃശ്യം, പ്രേമം, പുലിമുരുകൻ, ലൂസിഫർ 2018 പോലെ ഒരു ട്രെൻഡ് സെറ്റർ വിജയമാകാൻ പോകുന്ന സിനിമയായിരിക്കും വാലിബൻ എന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് ചില വ്യക്തികൾ പറയുകയാണ്. മോഹൻലാലിന്റെ മലക്കോട്ടെ വാലിബനുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ മോഹൻലാലിനെ ഇങ്ങനെ കാണാൻ സാധിച്ചപ്പോഴാണ് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നിയതും. ഒടിയന്റെ പരാജയത്തിന് ശേഷം ലൂസിഫർ വന്നതുപോലെ മരക്കാരന്റെ പരാജയത്തിന് ശേഷം വാലിബൻ വലിയ വിജയം ആകട്ടെ എന്നും അവർ പ്രത്യാശിക്കുന്നു. വാലിബന്റെ വിജയം അത് മറ്റൊരു തലത്തിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതും. കാരണം മലക്കോട്ടെ വാലിബന്റെ ഒരു ഹൈപ്പും അതിന് കിട്ടുന്ന ഇതുവരെയുള്ള റെസ്പോൺസും അത് സൂചിപ്പിക്കുന്നു. ഇനി വെറും 4 ദിവസം കൂടി റിലീസിന് ബാക്കി നിൽക്കുമ്പോൾ മലക്കോട്ടെ വാലിബൻ കഴിഞ്ഞ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2 കോടി കളക്ട് ചെയ്തു പ്രീ സെയിലൂടെ എന്ന വിവരങ്ങൾ ട്രാക്കർമാർ പുറത്തുവിട്ടിരുന്നു. വേൾഡ് വൈഡിൽ അഡ്വാൻസ് സെയിലൂടെ ഒരു 4 കോടിയെങ്കിലുമുള്ള റേഞ്ച് സ്വന്തമാക്കാനുള്ള സാധ്യത മലക്കോട്ടെ വാലിബൻ ഉണ്ട് എന്നവർ പറയുമ്പോൾ വലിയൊരു കോൺഫിഡൻസോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്നത്. ആ കോൺഫിഡൻസ് ആണ് മോഹൻലാലിലും മറ്റ് അണിയറ പ്രവർത്തകരിലും ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും മലക്കോട്ടെ വാലിബൻ എന്ന സിനിമ ഗംഭീര വിജയമാകട്ടെ.